വിളിച്ചു പോകാതെ അത് ഓഫാക്കി തലച്ചു തൂവി. ചടങ്ങാണല്ലേ. എത്ര മനോഹരമായ കഴിച്ചോ. പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ചെക്ക കംപ്ലീറ്റ് അടിച്ച് കയറ്റും. ആദ്യം ഗണപതി. എന്ത് വലിയ വീടല്ലേ. ഊപ്പാട് വരും. ഒരു 4000 സ്ക്വയർ ഫീറ്റ് കാണും. 5000 ഉണ്ടാവും. 5000 സ്ക്വയർ ഫീറ്റ് ഒന്നുമില്ല. ഇത് 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. 4000 ഒരൊറ്റ വീക്ക് അങ്ങോട്ട് വെച്ചാൽ നിങ്ങളുടെ വീട് എത്ര സ്ക്വയർ ഫീറ്റ്? അല്ല, സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോ ഈ കല്ലിട്ടത് ഇട്ടതറക്കെല്ലാം അവിടെ തന്നെ കിടക്കാനല്ലേ? അത് വേറൊന്നുമില്ല. ഡിസൈൻ അങ്ങോട്ട് ശരിയാവാത്തോണ്ടാ. ഡിസൈൻ ശരിയാവണം. എന്തായാലും വത്സൻ സാർ സെറ്റപ്പ് കൊള്ളാം. അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് 2 അടിക്കാം. നല്ല സ്കോച്ചൊക്കെ ഇരിപ്പുണ്ടല്ലോ. തൊട്ടു പോകരുതൊന്നും. ഇവിടെയൊക്കെ ഇപ്പൊ സ്ഥലത്തിന് ഭയങ്കര വിലയായി. പിന്നെ സാർ ഈ പോക്കോയിൽ ഇതേപോലത്തെ 2 വീട് തൊല്ലും വെക്കും. സത്യം അല്ല സാറേ? എന്തോരം പ്രാക്കിട്ട് കാശ കൂടെ കൊണ്ടുകിടക്കാൻ പറ്റിയ മുതല്. വീട് ഗംഭീരമായിട്ടുണ്ട് സാറേ. അയ്യോ, ഇത് തട്ടിക്കൂട്ടാൻ ഞാൻ പെട്ട പാട്. ഇനി ആ കാണുന്ന 30 സെന്റ് സ്ഥലവും കൂടി ഇങ്ങ് വാങ്ങിക്കണം. ഓ, പക്ഷെ അതൊരു 1-2 കൊല്ലം കൂടി എടുക്കും. വത്സ സാറേ, ചെറ്റ സാറേ അതേ നോക്കിയേ, പുലിയെത്തി. ആ സ്വാമി, നമസ്കാരം. നമസ്കാരം. കയ്യിലെ കവർ ദാരിദ്ര്യമുള്ള സാറേ. ഏത് വാതിലിൽ വെൽക്കം വെൽക്കം. വീട് കണ്ടുപിടിക്കാൻ പാടും. ഏയ് നമസ്കാരം. സ്വാമി ഒന്ന് കഴിച്ചു നോക്ക്. ചിക്കൻ എവറസ്റ്റ്. ഓ, അല്ല സ്വാമി, നിങ്ങൾ പട്ടരല്ലേ? നിങ്ങൾ ഈ ചിക്കനെ കഴിക്കൂ. ഷുക്കൂറേ, നമ്മളിതൊക്കെ ടേസ്റ്റ് ചെയ്യേണ്ട ആൾക്കാരല്ലേ, അതുകൊണ്ട് എല്ലാത്തിനും ടേസ്റ്റ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പിന്നെ വെറുതെ ഫേസ്ബുക്കിൽ എഴുതുന്ന ആൾക്കാരെ പോലെ ആവില്ല. അയ്യോ, ഫേസ്ബുക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഫേസ്ബുക്കിൽ എല്ലാവരും നോക്കിയേ. ഞാനുണ്ട്. വിത്ത് ചിക്കൻ എവറസ്റ്റ്. ഓക്കെ, നല്ലൊരു ക്യാപ്ഷൻ വേണം. കടലിൽ തിരയിളക്കം, ബിരിയാണിയിൽ ചിക്കന്റെ ഇളക്കം. എന്തുന്നടോ അയ്യോ സ്വാമി, എന്റെ ക്യാപ്ഷൻ കണ്ടിട്ട് പല ആൾക്കാരും വിചാരം ഞാൻ കവിയാണ്. കവി ഷുക്കൂർ. എന്നാ വരട്ടെ. താങ്ക് യു. അവിടെ കോപ്പില കൊട്ടാരം എടുത്തു മാറ്റോ. അവിടെ കടയടാ. എന്താ അവിടെ പ്രശ്നം? ആരാ സാറേ? എന്തോന്നോ കാണിക്കുന്നത്? വണ്ടി പോകാൻ നിൽക്കുന്ന കണ്ടില്ലേ? ആടാ നിന്റെ അമ്മാച്ചായി എന്ത് പിടിച്ചില്ലേ? ഓ, ഇയാളോ? ആമന. എന്നെ ഭയങ്കര ഇഷ്ടാ. അതല്ലേ തുപ്പിയത്. അത് വത്സൻ സാറിന്റെ മാമനാ, വലിയ തറവാടിയാ. ആണോ? എന്താ സാറേ, മാമൻ ഭയങ്കര കലിപ്പാണല്ലോ. പാലാച്ചിൽ വിളിച്ചില്ലേ? എന്തോന്ന് മാമൻ പന്ന കിളവൻ മൂത്രം ഒഴിച്ചപ്പോ തെറിച്ച ബന്ധുവാ. അല്ല എന്ത്, നമ്മളൊരു വീട് വെച്ചെന്റെ കലിപ്പാ കാണിച്ചു കൊടുക്കാൻ ഞാൻ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അതെന്ത് പോക്കാ സ്വാമി, ബാന്ന് 2 കോമഡിയൊക്കെ അടിച്ചിട്ട് പോന്ന്. പുതിയ 2 കോമഡി ഇറങ്ങി. എനിക്ക് ആ മാമന് ഭയങ്കര ഇഷ്ടോട്ടാ. അതെന്താ? എന്റെ സാറിനെ എവിടെ വെച്ചോണ്ടാലും തള്ളക്ക് വിളിക്കും. അത് കേൾക്കാൻ നമുക്കൊരു സുഖമാണല്ലോ. എന്റെ സാറിന് ഇതുപോലൊരു മാമൻ ഉണ്ടായില്ല.